ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്? അപ്പോൾ നമുക്ക് ഇന്ന് റാൻഡമായിട്ട് ഒരു വീഡിയോ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഗ്രാഡിൽ നിന്ന് നമ്മൾ മറ്റേ സ്റ്റേറ്റ് ബിറ്റ് മെഷീൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി VPN നമുക്ക് നൈസായിട്ട് ടാപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ 150 ആണ് നമ്മുടേത്. നമുക്ക് ടൈപ്പ് ചെയ്ത് പറ്റാം. ഓപ്സ്, നമുക്ക് 150 ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഇതാണ് നമ്മുടെ ഈ പറയുന്ന, ഞാൻ ഡബിൾ സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്ന് എനിക്ക് വലിച്ചെടുത്താൽ മതി. ഡബിൾ സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ VST. നിങ്ങൾ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്കൊരു മിഡി ക്ലിപ്പ്, MT മിഡി ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് മേലത്തെ ഹെഡ്സെറ്റ് നമ്മൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് അന്നേരം കേൾക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളിപ്പോൾ സ്കെയിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഡോറിയാൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ഡോറിയാൻ നമ്മളെപ്പോഴും മൈനർ മേജറൊക്കെ പിടിച്ച് നമ്മൾ ഇത്തവണ മാറ്റി പിടിക്കുകയാണ്. ആൻഡ് ഓക്കെ, ഒന്നുകൂടെ എടുത്തിടാം. കറക്റ്റ് ടൈമിൽ തന്നെ, അതേ ടൈമിൽ തന്നെ നമുക്ക് വീണ്ടും വേണം. നമുക്ക് ഒരെണ്ണം നമുക്കൊന്ന് താത്തി ഇറക്കിയിടാം. നമുക്ക് ഒരെണ്ണം താത്തി ഇറക്കിയിടാം. യെസ്, നൈസ്. അപ്പോൾ നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് എടുത്തിടാം. യെസ്, നൈസ്. ഓക്കെ, സോ നമുക്കത് ലൂപ്പിൽ ഒന്ന് കിടക്കട്ടെ. നമുക്ക് അടുത്ത, അപ്പോൾ അതിൻ്റെ കൂടെ സൗണ്ട് നമുക്ക് കയറ്റി വിടാം. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം VST തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇന്നത്തെ ഫുള്ള് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു VST യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫുള്ള് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്, മെലഡീസ്. ആൻഡ് ഇടയ്ക്ക് നമ്മുടെ കുറച്ച് ചേഞ്ചസ്, കാര്യങ്ങൾ പിന്നീട് ചിലപ്പോൾ നമ്മൾ മെലഡീസിൽ വരുത്തുന്നതായിരിക്കും. ഈ എന്താണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം. നമുക്കൊരു സൗണ്ട് നോക്കാം. അത് ഇറക്കിയിടാം. നമുക്ക് ബാക്കി കോഴ്സ് കൂടെ വരച്ചിടാം. Gയിൽ നമുക്കൊരു Fൽ കൂടെ കൊടുക്കാം, അല്ല Eയിൽ കൂടെ കൊടുക്കാം. സോ അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇടാം. യെസ്, നൈസ്. സോ നമുക്ക് അടുത്ത കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. MT മിഡി ക്ലിപ്പ് സ്റ്റേറ്റ് ബിറ്റ് മെഷീൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ ചിലപ്പോൾ
സാധനം വേണ്ട. കയറ്റിയിടാം. നമുക്ക് സെയിം കോഡ് തന്നെ കൊടുക്കാം. നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് സെയിം സാധനം കൊണ്ട് വരച്ചിടാം. യെസ്. മീൻവെൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ റാപ്പറാണോ, നിങ്ങളൊരു ബീറ്റ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ബീറ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾസോ മിക്സ് ആൻഡ് മാസ്റ്റർ നിങ്ങൾ ട്രാക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അതും ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓൾസോ സ്പോട്ടിഫൈയിലുള്ള ലിങ്ക് കൂടി ഞാൻ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. എൻ്റെ ഇറങ്ങിയ ട്രാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആൻഡ് എൻ്റെ 2 അക്കൗണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക, DM ചെയ്യുക. നമുക്ക് പരിപാടികൾ സെറ്റാക്കി തരുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു ദ കണ്ടന്റ്. നമ്മുടെ കോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന മെലഡി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വന്നു വരാം. മെയിൻ മെലഡിയാണ് നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാന നിമിഷത്തിൽ ചിലപ്പോൾ നമ്മൾ ചെറിയ കുറച്ച് ബെറ്റർ ആക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഇപ്പം നേരെ ഡ്രംസിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഹൈ ഹാറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സൗണ്ട് നമ്മൾ പിടിക്കാനാണ് നോക്കുന്നത്. MD ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്തു. യെസ്, നല്ലൊരു ഗ്രൂവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടാം. നമുക്ക് ഒരു ഓപ്പൺ ഹൈ ഹാറ്റ് എടുത്തിടാം. Let's create a MD clip. നമുക്ക് സെയിം സാധനം ഇങ്ങോട്ട് ഇടാം. നമുക്കൊന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റൊരു സ്കെയിലും കൂടെ നമുക്ക് ഇടണം. കുറച്ചും കൂടെ ഒരു വലിയ മാരക ഇമ്പാക്റ്റ് കിട്ടാനുണ്ടല്ല. അടുത്ത പിടി ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ക്ലാപ്പ് ഇടാം. ക്ലാപ്പ് നമുക്ക് എടുത്തിടാം. വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഹിപ്പ് ഹോപ്പിൻ്റെ മെയിൻ റിതം പോകുന്ന ക്ലാപ്പ് നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. ഇടയ്ക്ക് ചെറിയ ചേഞ്ചസ് വരുത്തണമെന്നുണ്ട്. എന്തായാലും നോക്കാം. ഇതിൽ നമുക്ക് എന്തായാലും സ്കെയിലിൻ്റെ ആവശ്യമില്ല. സി തന്നെ നമുക്ക് കൊടുക്കാം. നമുക്ക് ഒരെണ്ണം ഫ്രണ്ടിൽ ഒരെണ്ണം കൊടുത്തു നോക്കാം.
ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് നമുക്കൊരു സ്നെയർ ഇട്ട് ലെയർ ചെയ്യാം. കുറച്ചുകൂടെ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യാനായിട്ട് ഉള്ള പ്ലാനിലാണ്. നമ്മൾ പ്ലാനിങ് ചെയ്ത് ഇനി നമുക്ക് റിം ഷോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഓക്കെ നമ്മളപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത മിഡി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് കിക്ക് കൊടുക്കാം. ഒരു പ്രൊക്കഷൻ കൂടെ കൊടുത്തിട്ട് ആദ്യം നമുക്ക് മെലഡി ഒന്ന് ഓഫ് ചെയ്തിടാം. ഓക്കെ, ഡ്രംസ് മാത്രം വെച്ചിട്ട് നമുക്ക് എടുക്കാൻ കയറ്റാം. കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് തീർന്നു പോയി. നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കണം. മനസ്സിലല്ലേ, നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം സാധനം. നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം കുറച്ചും കൂടെ. പെട്ടെന്ന് നിന്ന് പോയി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് ബെറ്റർ ആയിരിക്കും. നൈസ്. യെസ്, നൈസ്. ഓക്കെ, അടുത്ത വേണ്ടി നമ്മൾ ക്രിയേറ്റ് നമുക്ക് കിക്ക് കൊടുക്കാം. നമ്മൾ ഓൾറെഡി 8 നമ്മൾ ഇന്ന് എടുത്തിട്ടായിരുന്നു, പക്ഷേ നമുക്ക് കിക്ക് കൊടുത്തിട്ട് നമുക്ക് 8 ഇടാം. പിമ്പിൾ എടുക്കാം. പിമ്പിൾ ഡിമ്പിൾ. C3. നമുക്ക് ഇവിടെ കൂടെ നമുക്കിനി 8 വരെ കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് ഈ സ്കെയിലിൻ്റെ കൂടെ കൊടുക്കണം. അപ്പോൾ
നമുക്ക് ഫോക്കസ് കൊടുത്തിട്ട് നമുക്ക് 808 കൊടുക്കാം. അത് മ്യൂട്ടഡ് എടുക്കുകയാണ്. നമുക്ക് ആദ്യം കിക്കിൻ്റെ കൂടെ നമുക്ക് 808 എല്ലാം കൊടുക്കാം. കറക്റ്റ് ടൈമിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഗ്ലൈഡ് കൊടുക്കാം. ഓക്കെ, കയറ്റിടാം. Let's go. നമുക്കതൊന്ന് Let's go. നമുക്കത് താത്തിയിടാം. Let's go. Alright, നമുക്കതൊന്ന് ലെയർ ചെയ്തിടാം. ഓക്കെ, നമുക്ക് കിക്ക് നമുക്ക് ആക്ച്വലി നമുക്കൊന്ന് 2-3 കുറച്ചും കൂടി നമുക്ക് ബൗൺസ് ഒന്ന് കയറ്റാനുണ്ട്. അവിടെ ആഡ് ചെയ്യാം. കിക്ക് അവസാനം നമുക്കൊന്ന് മാറി കിടക്കുമെന്ന്. നമുക്ക് ഇതിനകത്തൊരു എന്താണ്, നമുക്കൊരു സബ് ബേസും കൂടെ ഇതിനകത്തൊരു ആഡ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് 808 നമുക്ക് ചെറിയ ഡിസ്ട്രോഷൻ കൊടുത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു സാധനം നമുക്ക് 808 വരച്ച് നോക്കാം. നമുക്ക് ഒരു മീഡിയം കൂടെ ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു സബ് ബേസ് കൂടെ കൊടുക്കാം. സബ് ബേസ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫില്ലാവും. ആൻഡ് ആ ബേസ് കുറച്ചുകൂടെ ഒന്ന് ഫില്ലാവും, ഒരു കുറച്ചുകൂടി സുഖം വരും. അപ്പോൾ നമ്മുടെ ഏബിളിന് തന്നെ ഇഷ്ടം പോലെ ബേസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എല്ലാം എടുത്താൽ മതി. സോ let's create a empty MIDI clip. Okay.
ലെറ്റ്സ് സീ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ഓ കേട്ടിടാം. ഓക്കെ, അതിറക്കിടാം. സ്കെയിൽ ഒന്ന് നോക്കിയാകാം. ഓക്കെ, ഓക്കെ നമുക്കിതും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട്, പക്ഷേ നമ്മൾ സെയിം സാധനമല്ല ഇടുന്നത്, ഇറക്കിയൊന്നും ഇടുന്നുണ്ട്. ഓക്കെ, വലിച്ചിടാം, അതൊന്ന് കയറ്റി വിടാം. നമ്മൾ വേണ്ടത് മാത്രം നമ്മൾ ആക്കുന്നുണ്ട്. ഇതിൻ്റെ വോളിയവും നമ്മൾ താഴ്ത്തി വിടാൻ പോകണം. വേണ്ടത് മാത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ. Let's go. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബീറ്റ് ഫുൾ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുൾ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഒന്ന് സ്ട്രക്ചർ ഒക്കെ ചെയ്തിട്ട് ഈ ഫുൾ ബീറ്റ് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കേട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. യെസ്, ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞ കണക്ക് ഞാൻ ചെറിയൊരു ചേഞ്ച് ആ മെലഡിയിൽ നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. യെസ്, here comes the tagline. സ്വിച്ച് ഇതാവുന്നു. Again. Yes. നമ്മളൊരു ബ്രിഡ്ജിലോട്ടാണ് കയറാൻ പോകുന്നത്. നമ്മൾ പൊതുവെയുള്ള നമ്മുടെ പാറ്റേൺ നമ്മൾ മാറ്റി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഹുക്ക്, വേഴ്സ്, ബ്രിഡ്ജ്, വീണ്ടും വേഴ്സ്, വീണ്ടും ബ്രിഡ്ജ്, പിന്നെ ഹുക്ക്, അങ്ങനെയാണ് പോയേക്കുന്നത്. അടുത്ത വേഴ്സ് വന്നു. ഹാരി ചെറിയതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ചേഞ്ച് ആയിരുന്നു. വീണ്ടും ബ്രിഡ്ജ് കയറി ഹുക്ക് കയറാൻ പോണ്. ഔട്ട്രോ ചെറിയ
പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പൊതുവെ ഔട്ടർ പോകുന്നവരല്ല പോയത്. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായി എല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.